ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർത്ത് മതേതരത്വം ഇല്ലാതാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. തലശ്ശേരിയിൽ കേന്ദ്ര ബജറ്റിനും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കുമെതിരെ ടെലിഫോൺ ഭവനിലേക്ക് LDF നേതൃത്വത്തിൽ നടന്ന മാർച്ചും ബഹുജന ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ.പി. ജയരാജൻ. കേരളത്തെ അവഗണിച്ച് വികസനം മുരടിപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശത്രുപട്ടികയിൽ ഉൾപ്പെടുത്തി കേരളത്തിന്റെ അവകാശം നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേരളത്തിന്റെ വികസന മുരടിപ്പിനായാണ് ഇവരുടെ ശ്രമം. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ്. മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കോർപ്പറേറ്റുകൾക്ക് കൂറുചേർത്തുള്ള ഭരണമാണ് RSSന്റെ ഭാഗമായുള്ള BJP നടത്തുന്നതെന്നും RSSനും BJPക്കും വേണ്ടിയുള്ള അധ്യായങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. കേരളം വായ്പ എടുക്കട്ടെ, 1 ലക്ഷം കോടിയിൽ പരം രൂപ വായ്പ എടുക്കാൻ കേരളത്തിന് സാധിക്കും. ആ 1 ലക്ഷം കോടി രൂപ വായ്പ എടുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഞാൻ ഈ പറഞ്ഞതുപോലെ കിഫ്ബി, അതിനെടുക്കുന്ന വായ്പകൾ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകളെല്ലാം ഈ വായ്പക്കകത്ത് പെടുത്തി വായ്പ വാങ്ങാതിരിക്കാനും വായ്പ ലഭ്യമാകാതിരിക്കാനും നടപടി സ്വീകരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഈ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഭരണ കേന്ദ്രമാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭരണാധികാരികൾക്ക് ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കാൻ, ശത്രുപട്ടികയിൽപ്പെടുത്തി കേരളത്തിന്റെ അവകാശം നിഷേധിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? BJP ഒരു ജനാധിപത്യ പാർട്ടിയാണോ? അല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെന്റ് തികച്ചും ജനവിരുദ്ധ നയങ്ങളാണ് തുടരുന്നത്. നമ്മുടെ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു നാട്. ഈ കേരളത്തിലെ ജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു കേന്ദ്ര സഹായമുണ്ടോ? ഇവിടെ BJP എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രവർത്തിക്കുന്നില്ലേ? അവർ കേരളീയരാണോ? ഈ കേരളത്തെ ഇത്രമാത്രം വേദനിപ്പിക്കുന്നു, കേരള ജനതയെ ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നു. കേരളക്കാരെല്ലാം ഇടതുപക്ഷക്കാരല്ലല്ലോ. NCP ജില്ലാ പ്രസിഡന്റ് K. സുരേഷൻ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ, CPM ഏരിയ സെക്രട്ടറി CK രമേശൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം PC ഷൈജൻ, കാരായി ചന്ദ്രശേഖരൻ, മുഹമ്മദ് അഫ്സൽ, K. വിനയരാജ്, അഡ്വക്കേറ്റ് നിഷാദ്, ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു.